ഏവർക്കും സെന്റ് അൽഫോൻസ ക്വിസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ അൽഫോൻസാമയുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ചോദ്യം 1. ഭാരതത്തിൽ ജനിച്ചു വളർന്ന പ്രഥമ വിശുദ്ധ. ഉത്തരം വിശുദ്ധ അൽഫോൻസാമ. ചോദ്യം 2. വിശുദ്ധ അൽഫോൻസാമയുടെ ജന്മസ്ഥലം. ഉത്തരം കുടമാളൂർ. ചോദ്യം 3. അൽഫോൻസാമയുടെ പിതാവ്. ഉത്തരം മുട്ടത്തുപാടത്ത് ജോസഫ്. ചോദ്യം 4. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത. ഉത്തരം അൽഫോൻസാമ. ചോദ്യം 5. അൽഫോൻസാമ ജനിച്ചത് എന്ന്. ഉത്തരം 1910 ഓഗസ്റ്റ് 19. ചോദ്യം 6. അൽഫോൻസാമ മാമോദീസ സ്വീകരിച്ചത് എന്ന്. ഉത്തരം 1910 ഓഗസ്റ്റ് 27. ചോദ്യം 7. കുടമാളൂർ പള്ളി ഉൾപ്പെടുന്ന അതിരൂപത. ഉത്തരം ചങ്ങനാശ്ശേരി. ചോദ്യം 8. അൽഫോൻസാമ ജനിച്ച ഇടവക. ഉത്തരം സെൻറ് മേരീസ് ചർച്ച് കുടമാളൂർ. ചോദ്യം 9. അൽഫോൻസാമയെ വിശുദ്ധയായി പ്രഖ്യാപിച്ച മാർപ്പാപ്പ. ഉത്തരം ബെനഡിക്ട് 16 മാർപ്പാപ്പ. ചോദ്യം 10. അൽഫോൻസാമയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത് എന്ന്. ഉത്തരം ഒക്ടോബർ 12, 2008. ചോദ്യം 11. അൽഫോൻസാമയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത് ആര്? ഉത്തരം വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ. ചോദ്യം 12. അൽഫോൻസാമയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത് എന്ന്. ഉത്തരം ഫെബ്രുവരി 8, 1986. ചോദ്യം 13. അൽഫോൻസാമയുടെ തിരുനാൾ ദിനം. ഉത്തരം ജൂലൈ 28. ചോദ്യം 14. അൽഫോൻസാമയെ ധന്യപദവിയിലേക്ക് ഉയർത്തിയത് എന്ന്. ഉത്തരം നവംബർ 9, 1984. ചോദ്യം 15. അൽഫോൻസാമയുടെ അമ്മയുടെ പേര്. ഉത്തരം മുട്ടുച്ചിറ പുതുക്കരി മേരി. ചോദ്യം 16. അൽഫോൻസാമയുടെ പേരിലുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം. ഉത്തരം 1996. ചോദ്യം 17. അൽഫോൻസാമ മരിച്ചത് എന്ന്. ഉത്തരം ജൂലൈ 28, 1946. ചോദ്യം 18. അൽഫോൻസാമയുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം എന്നായിരുന്നു. ഉത്തരം നവംബർ 27, 1917. ചോദ്യം 19. സ്നേഹബലി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ഉത്തരം ഫാദർ റോമുളോസ് CMI. ചോദ്യം 20. സഭാ വസ്ത്ര സ്വീകരണ സമയത്ത് അന്നക്കുട്ടി സ്വീകരിച്ച നാമം. ഉത്തരം അമൃതഗോത്തിൻ്റെ അൽഫോൻസ. ചോദ്യം 21. അൽഫോൻസാമയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഭരണങ്ങാനം.
ചോദ്യം 22. വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിന് നാമകരണ കോടതി അംഗീകരിച്ച അത്ഭുതം. ഉത്തരം ജിനിൽ എന്ന ബാലൻ്റെ കാലുകൾ സുഖപ്പെട്ടത്. ചോദ്യം 23. അന്നക്കുട്ടിയുടെ ശിരോവസ്ത്ര സ്വീകരണം എന്ന്. ഉത്തരം ഓഗസ്റ്റ് 2, 1928. ചോദ്യം 24. അൽഫോൻസാമയുടെ ശവസംസ്കാര ചടങ്ങിൽ ചരമപ്രസംഗം നടത്തിയത് ആര്? ഉത്തരം റോമുലൂസ് അച്ഛൻ. ചോദ്യം 25. അൽഫോൻസാമയുടെ നാമകരണ നടപടികൾക്ക് തുടക്കം കുറിച്ച മെത്രാൻ ആര്? ഉത്തരം പാലാ രൂപതയുടെ പ്രഥമ മെത്രാനായ മാർ സെബാസ്റ്റ്യൻ വയലിൽ. ചോദ്യം 26. അൽഫോൻസാമയെ ദൈവദാസിയായി പ്രഖ്യാപിച്ചത് എന്ന്. ഉത്തരം ഡിസംബർ 2, 1953. ചോദ്യം 27. അൽഫോൻസാമയുടെ പേരിലുള്ള 5 രൂപ സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം. ഉത്തരം 2008 നവംബർ 16. ചോദ്യം 28. അൽഫോൻസാമയെ ആദരിക്കാൻ 5 രൂപ നാണയം പുറത്തിറക്കിയ വർഷം. ഉത്തരം 2009. ചോദ്യം 29. അൽഫോൻസാമയ്ക്ക് സഭാവസ്ത്രം നൽകിയ മെത്രാൻ്റെ പേര്. ഉത്തരം മാർ ജെയിംസ് കാളാശ്ശേരി. ചോദ്യം 30. അൽഫോൻസാമ അധ്യാപികയായി സേവനം ചെയ്ത സ്കൂൾ. ഉത്തരം വവക്കാട് സെൻറ്റ് പോൾസ് പ്രൈമറി സ്കൂൾ. ചോദ്യം 31. അൽഫോൻസാമയുടെ വീട്ടുപേര്. ഉത്തരം മുട്ടത്തുപാടത്ത്. ചോദ്യം 32. അൽഫോൻസാമ എന്ന അന്നക്കുട്ടി സ്ഥൈര്യലേപനം സ്വീകരിച്ചത് എന്ന്. ഉത്തരം ജനുവരി 21, 1925. ചോദ്യം 33. അൽഫോൻസാമ ഏത് സന്യാസിനി സമൂഹത്തിലെ അംഗമാണ്? ഉത്തരം FCC. ചോദ്യം 34. FCC പൂർണ്ണരൂപം. ഉത്തരം ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ. ചോദ്യം 35. ഏത് സർക്കാർ സ്കൂളിലാണ് അൽഫോൻസാമ 1, 2, 3 ക്ലാസുകൾ പഠിച്ചത്? ഉത്തരം ആർപ്പൂക്കര തൊണ്ണംകുഴി സ്കൂളിൽ.